10 വയസ്സിലും താഴെ പ്രായമുള്ള കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നാ ഈ വീഡിയോ കാണും. ഈ ഒരു 6 വയസ്സുള്ള കുട്ടി രാവിലെ എണീറ്റ പാടെ കുടിക്കുന്നത് ചായ, പിന്നെ കുറച്ച് ഉച്ചയ്ക്ക് കുടിക്കുന്നത് ചായ, രാത്രി കുടിക്കുന്നതും ചായ. അതായത് വീട്ടിൽ എപ്പോഴൊക്കെയാണ് വലിയ ആൾക്കാർ ചായ കുടിക്കുന്നത് അപ്പോഴൊക്കെ ആ കുട്ടി ചായ കുടിക്കും, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുട്ടി ഇപ്പോൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ല, ഫുഡിനോടുള്ള അവർഷനാണ്, പിന്നെ എപ്പോഴും ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്, പിന്നെ വെയിറ്റും അങ്ങനെ കൂടുന്നില്ല. ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. സോ ചായയിൽ ടാനിൻസും ഓക്സലേറ്റ്സും ഉണ്ട്. ഇത് അയണും കാൽഷ്യം അബ്സോർപ്ഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ കഫെയിൻ ഉണ്ട്. ഇത് നമുക്ക് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഓവർ ആക്ടിവിറ്റി, അങ്ങനത്തെ സ്റ്റിമുലേഷനൊക്കെ കൂട്ടാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ സ്പൈസസ്, ഈ മസാല ചായ അതിലൊക്കെ കുറച്ച് സ്പൈസസ് വരുന്നെങ്കിൽ കുട്ടികൾക്ക് അതൊന്നും പറ്റൂല. അപ്പം ഗ്യാസ്, ബ്ലോട്ടിങ് ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പിന്നെ അധികം ഷുഗർ, നമ്മൾ അധികം ഷുഗർ ഇട്ടിട്ടാണല്ലോ ചായ ഉണ്ടാക്കുന്നത്. അപ്പം ഷുഗർ ഇങ്ങനെ ഏത് നേരം കൊടുക്കുമ്പോൾ നമുക്ക് ടൂത്ത് ഡീക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഒബീസിറ്റിക്കുള്ള സാധ്യത കൂടാം. അപ്പം പരമാവധി 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചായ കൊടുക്കാതിരിക്കുക. ഇനി വല്ലപ്പോഴും മാസത്തിൽ 1-2 തവണ ചായ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ എല്ലാ ദിവസവും അതൊരു റൊട്ടീൻ ആക്കാതിരിക്കുക. ഇനി അതിന് പകരം ഓൾട്ടർനേറ്റീവായിട്ട് നമുക്ക് പാല് കൊടുക്കാം, പിന്നെ വെള്ളം അധികമായിട്ട് കൊടുക്കാം. പാല് ഇനി ഫ്ലേവേർഡ് ആയിട്ട്, പാലിൽ സിനമൺ ഇട്ട്, ഹണി ഇട്ട്, അങ്ങനെ ഫ്ലേവേർഡ് ആയിട്ടൊക്കെ കൊടുക്കാം. അപ്പൊ ഈ വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുന്ന തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. മോനായി പോയി, ഭർത്താവായിരുന്നു ഞാൻ വല്ല വിഷവും കൊടുത്തു വന്നേനെ. അമ്മേ